മുഖത്തേക്ക് നോക്ക്. അത് ലക്ഷ്മി, വർഷങ്ങൾക്ക് മുമ്പ് പാർട്ടി വഴക്കിന്റെ പേരിൽ ഒരു കൊലപാതകം നടത്തിയിട്ട് ഒളിവിൽ പോയ നിന്റെ സഹോദരൻ പോലീസിന് പിടികൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വേഷം കെട്ടി നടക്കുന്നത്. നിന്നെ മരുന്നുകടയിൽ വെച്ച് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് നിന്റെ വീട് വരെ ഞാൻ വന്നത്. ആട്ടെ, നിന്നെ ആരാണ് വിവാഹം ചെയ്തിരിക്കുന്നത്? ചേട്ടൻ കൊന്ന് ഗോപിയുടെ സഹോദരൻ. വിവാഹം കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്നപ്പോ വാതിക്ക വെച്ചിരിക്കുന്ന ആ മനുഷ്യന്റെ ഫോട്ടോ കണ്ട് ഞാൻ നെട്ടിപ്പോയി. സ്വന്തം സഹോദരൻ മരിച്ച വിവരം പോലും അദ്ദേഹം അറിഞ്ഞിട്ടില്ല. എന്നെങ്കിലും മടങ്ങി വരുമെന്ന് പറഞ്ഞ് അദ്ദേഹം കാത്തിരിക്കുകയാണ്. സത്യം തുറന്നു പറയാൻ എനിക്ക് കഴിയുമോ ചേട്ടാ? രാഷ്ട്രീയ വൈരാഗ്യം വരുത്തിവെച്ച വിനയാണിതൊക്കെ. ഏതായാലും നിന്നെ കണ്ടെത്താൻ കഴിഞ്ഞല്ലോ. ഞാൻ വന്ന് നിന്റെ ഭർത്താവിനൊന്ന് പരിചയപ്പെടുത്തി. എന്റെ ജീവിതം കൂടി തകർക്കണമെന്നാണോ ചേട്ടന്റെ ആഗ്രഹം? എന്നോട് ക്ഷമിക്കൂ ലക്ഷ്മി. ഇന്നുവരെ നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒളിവിലിരുന്നുണ്ടെങ്കിലും നിന്നെ സഹായിക്കാൻ എന്നെ അനുവദിക്കുമോ? ചേട്ടാ, എത്ര വിലക്കേട്ടു. അന്നു മുതൽ ചേട്ടൻ വീട്ടിലേക്ക് വരാൻ തുടങ്ങി. ഏട്ടന്റെ കടം വീട്ടി ഓണക്കൂടി കൊടുത്തയച്ചു. പക്ഷേ അതൊരു വലിയ തെറ്റിദ്ധാരണയിലും പൊട്ടിത്തെറിയിലുമാണ് അവസാനിച്ചത്. സഹോദരി, ഈ ഒരു സത്യം ഭർത്താവിനോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം ഇങ്ങനെ തകരുമായിരുന്നു. ഞാൻ എങ്ങനെ ആ സത്യം പറയും? അദ്ദേഹത്തിന്റെ സഹോദരനെ കൊന്നത് എന്റെ ചേട്ടനാണെന്ന് അറിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പാടില്ലാത്തത്? ശരിയാണ്. അപ്പോ സിന്ധു ആരാണ്? അങ്ങയുടെ സഹോദരിയുടെ മകൾ. പക്ഷേ അവളുടെ ഭർത്താവ് എല്ലാ ദുർമാർഗങ്ങളിലേക്കും വലിച്ചഴച്ചു. ആത്മഹത്യക്ക് തുണിഞ്ഞ ഗർഭിണിയായ ഉഷയെ ഞാനും എന്റെ ചേട്ടനും രക്ഷപ്പെടുത്തി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഒരു ദിവസം പ്രഭു അവിടെയും എത്തി. ചേട്ടനുമായി ഏറ്റുമുട്ടി. ചേട്ടൻ അവനെ കുത്തിക്കൊന്നിട്ട് ജയിലിൽ പോയി. അങ്ങനെ അനാഥരായി തീർന്ന ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുകയായിരുന്നു. പ്രസവത്തിന് സമയമായപ്പോ അയൽക്കാരുടെ സഹായത്തോടുകൂടെ ഉഷയെ ആസ്പത്രിയിലാക്കി. അവളൊരു പെൺകുട്ടിയെ പ്രസവിച്ചു. പക്ഷേ ചേച്ചി, എന്റെ കുഞ്ഞിനെ ഞാൻ ചേച്ചിയെ ഏൽപ്പിക്കുന്നു.